ഹലോ, ഞാൻ അശ്വതി. കൊല്ലം കുണ്ട്രേന്നാണ് വരുന്നത്. എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഇതുവരെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. എനിക്ക് ഓണപ്പരിപാടി എന്ന് വെച്ചിട്ടുണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാത്തിനും കാര്യം ആവശ്യമില്ലാതൊക്കെ പങ്കെടുക്കുകയും ചെയ്യും. 8 നില അങ്ങ് പൊട്ടുകയും ചെയ്യും. ആകെയുള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, അതെൻ്റെ പാട്ട് തന്നെ. അങ്ങനെ ഒരു ദിവസം അച്ഛനും ഇഷ്ടമല്ലാത്തൊരു പാട്ടുണ്ട്, എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ഓണപ്പരിപാടിക്ക് ഇങ്ങനെ സ്റ്റേജിലോട്ട് കയറി ഇന്ന് പാടി തേങ്ങാപ്പൂളും കൊക്കിലൊരുക്കി കാക്കക്കറുമ്പിന്ന്. എനിക്കറിയില്ല കേട്ടോ, പുള്ളിക്കാരൻ അത് കേട്ട ഉടനെ എന്തെന്നില്ല തുമ്മൽ വരുന്ന അലർജി പോലെ. ഞാനങ്ങോട്ട് എൻ്റെ തേങ്ങാപ്പൂളെന്ന് പാടിയുള്ളൂ. അവിടെ നിന്നിട്ട് ഇവിടെ പാടിയെന്ന് ഞാൻ അവന് പോവാച്ചാന്ന് പറഞ്ഞു മൈക്കി കൂടെ. അങ്ങനെ ആരുടെ ഭാഗ്യം കൊണ്ടാണെന്നൊന്നും അറിയത്തില്ല, എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു. അങ്ങനെ ട്രോഫി ആയിട്ട് ഞാൻ വീട്ടിലോട്ട് ചെന്നപ്പം അച്ഛൻ അവിടെ നിൽപ്പുണ്ട്. ഞാൻ വിചാരിച്ച് പുള്ളിക്കാരെ അടിക്കുകയൊക്കെ ചെയ്യും, രാവിലെ പോച്ചാന്നൊക്കെ പറഞ്ഞിട്ട് വന്നില്ലേ. ചെന്നപ്പോൾ അച്ഛൻ എൻ്റെ ഇന്ന് ട്രോഫിയൊക്കെ തട്ടിപ്പറിച്ച് മേടിച്ചു. അത് കണ്ടപ്പോൾ ഒരു സന്തോഷവും ഒരു ഉന്മേഷമൊക്കെ തോന്നി. മക്കളെ, ആ ബീഡി കുറ്റിക്ക് ഇനി വറക്കടി ഇതിനകത്ത് ഇട്ട് വെക്കാനാന്ന്. കേട്ടതും കേൾക്കാത്ത പാതി അമ്മ ഓടി എന്നിട്ട് പറയാം, നിങ്ങൾ എന്തൊരു മനുഷ്യനാ എൻ്റെ കുഞ്ഞേ, പാടിക്കൊണ്ട് വന്നിട്ട് നിങ്ങൾക്ക് ബീഡി കുറ്റിയിട്ട് വെക്കാനുള്ളതാണ്. മക്കളെ ഇങ്ങനെ അടി അമ്മയ്ക്ക് പുളി ഇട്ട് വെക്കാനുള്ളതാണ്. അവസാനം ഞാൻ വിചാരിച്ചത് എന്തായി തീരുമെന്ന് അറിയാതെ ഞാൻ വെളിയിലോട്ടിറങ്ങിപ്പോണ്ടല്ലോ, അപ്പുറത്ത് രായപ്പമാൻ്റെ പറമ്പുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ആരാ പതുങ്ങിയിരിക്കുന്നു. നോക്കിയപ്പോൾ ആരാ, ലളിതാമ്മ. ഞാൻ ലളിതാമ്മ വെള്ളമ്പോൾ ചാടി അടിച്ചിട്ട് എന്തോ അടി വേണ്ട ഈ പാരാത്തിൽ ഇറങ്ങി കിടക്കുന്ന വല്ലതൊക്കെ കണ്ട് പേടിക്കത്തില്ല നമ്മളോട്. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും പേടിക്കുന്നവളൊന്നും അല്ലെന്ന് ഞാനങ്ങ് പറഞ്ഞു. അല്ല, നിങ്ങൾ എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? മക്കളെ ഇച്ചിരി ചാണാൻ വാരാൻ വന്നതെന്ന്. ഞാൻ നിങ്ങൾ ചാണാൻ വാരാനൊന്നും വന്ന എല്ലാം നൈസിന് തളിച്ചിട്ട് പോകാൻ വന്നതെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ അവരുടനെ പറയുകയാണേ, ഇന്ത്യ എന്നാലൊരു ജനാധിപത്യ മതേതരത്വ പരമാധികാര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ രാജ്യമാണെന്ന്. നിങ്ങൾ എന്നെ പറ, കണ്ടോ എൻ്റെ പറമ്പ് ഇത്രയും വൃത്തിയായിട്ട് ആക്കിയതും പോരാ, അവരിന്നങ്ങ് പ്രസംഗിക്കുക. ഞാൻ പറഞ്ഞു ഈ രായപ്പമാവ് മധുരട്ടേ തീരാവുന്നേ ഉള്ളൂ നിങ്ങളുടെ സോഷ്യലിസവും റിപ്പബ്ലിക്കും എന്നൊക്കെ ഞാനങ്ങ് പറഞ്ഞു. ഞാൻ ഈ രായപ്പമാവിനെ കുറിച്ച് പറഞ്ഞപ്പോഴേട്ടാ, ഞാൻ ഈയിടെ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് പുള്ളിക്കാരൻ ലൈവ് വീഡിയോ പിടിക്കുക. ഞാൻ വിചാരിച്ച് പണ്ടത്തെ ലളിതാമ്മയുടെ സോഷ്യലിസം പോലുള്ള വല്ലവരെയും വീഡിയോ പിടിക്കായിരിക്കുന്നു. ഞാനിങ്ങനെ വന്നപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ചോദിച്ചു അമ്മാന് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാ? പിന്നെ നീ രായപ്പനൊന്ന് അടിച്ചു നോക്കിയാൽ മതിയെന്നും. ഞാനൊരു രായപ്പൻ അടിച്ചു നോക്കിയപ്പോൾ ഒരു 110 രായപ്പൻ വന്ന്. ഞാൻ അമ്മാവിലേ രായപ്പൻ ആ ചുവല ഷർട്ടൊക്കെ ഇട്ടിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടറിഞ്ഞൂടെന്ന്. ഞാൻ പറഞ്ഞു നല്ല സുന്ദരക്കുട്ടൻ, നല്ല ചെക്കനായിട്ട് ഇരിക്കുന്നു, നല്ല മാക്സിമം ഫിൽറ്ററും കയറ്റിയിട്ടുണ്ട്, എല്ലാ ഫേസ് ആപ്പും കയറ്റി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനെന്താ വീട്ടിലോട്ട് നീ കളവൻ ഇത്രയും വൈറലാവുകയുണ്ടെങ്കിൽ എനിക്കെന്താ വൈറലായിക്കൂടെ എന്ന് പറഞ്ഞ് ഞാൻ നേരെ എന്താണെന്ന് ചെയ്തത്, അകത്ത് കയറി ഫോൺ എടുത്തിട്ട് കോഴികൾ വെച്ചിട്ട് വ്ളോഗ് ചെയ്യാൻ തീരുമാനിച്ചു. വളർത്തുന്ന കോഴിയേട്ടാ. അപ്പം ഉണ്ടല്ലോ, ഞാൻ നേരെ ഒന്ന് കൂട്ടി കിടക്കുന്ന കോഴികളെയൊക്കെ ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ടല്ലോ. ഹലോ ഗൈസ്, ഇതെൻ്റെ സ്വന്തം കോഴികളാണ്, ഇവറ്റകൾക്ക് ഞാനാണ് ഭക്ഷണം കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങും ഇട്ടുറങ്ങാൻ കടിച്ച്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇവറ്റകൾക്ക് ഞാൻ പാട്ടൊക്കെ പാടി കൊടുത്ത ഇവറ്റകളെ ഉറക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അവസാനം അതിൽ നിന്നൊരു പൂവൻ കോഴി വന്നിട്ട് എന്നെ ഒറ്റ കുത്ത്. ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ഈ കള്ളങ്ങളൊക്കെ പറയും മിണ്ടപ്രാണികളാണെങ്കിൽ അങ്ങ് പ്രതികരിക്കുമെന്നേ. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ പ്രതികരിക്കണമെന്ന് അപ്പം അങ്ങ് പ്രതികരിച്ചേക്കണം. ഇനി ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം ആ ലളിതാമ്മയ്ക്ക് ഒരു മധുര കെട്ടി കൊടുക്കാൻ. എന്നിട്ട് വേണം ഇനി മേല ഒരു പറമ്പിലും പോയി ഒരു സോഷ്യലിസം പറയരുത്. ഇതൊക്കെ കേട്ടിട്ട് എന്താണ് നിങ്ങളുടെ പ്രതികരണം?